ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗിൽ ഷോപ്പിംഗ് വ്ളോഗ് വെച്ച് തുടങ്ങാൻ പറ്റുന്നത്. എപ്പോൾ ഒന്ന് ജൂത്തീസ് നോക്കാം എന്നാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എൻ്റെ എക്സിബിഷന് വരികയാണെങ്കിൽ വിശ്വസിച്ചാണ് ഞാൻ ചെയ്തു വാങ്ങുന്നത്. അവസാനം ഞാൻ ഇതെല്ലാം കെട്ടിപ്പുറക്കി നാട്ടിൽ പോയിട്ട് നിങ്ങളെങ്ങാണ് വാങ്ങാൻ വന്നില്ലെങ്കിൽ. പക്ഷെ എന്നാലും ഭാര്യമാര് ഭർത്താവിന് എനിക്ക് വേണ്ടി പണിയോ ഇതുപോലത്തെ ഒരു പിന്നെന്താ? പക്ഷെ ഇത് രണ്ട് ഭാര്യമാർ ചേർന്ന പണിത്. അത് വേണമെങ്കിൽ ഞാൻ റെഡി ആക്കിയോളാം. വ്യൂ ഫ്രം ഹിയർ, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് മോൾ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മിക്കവാറും രാജസ്ഥാൻ കേരളത്തിൽ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ജൂത്തീസും ബാഗ്സും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പ്രിയ. ഇപ്പം വേറെ ഒരു കടയിൽ കയറിയിട്ട് പ്രിയ ഡ്രസ്സുകളാണ് വാങ്ങുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഐ എം ഷുവർ ഇറ്റ് വിൽ ബി 100% യൂസ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് യു ഗൈസ്. കാരണം ഞങ്ങളിപ്പോൾ ട്രാവലിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ വെളിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ലാംഗ്വേജ് വെച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയാമെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് us a lot. ദാറ്റ് ഇസ് 100% ഷുവർ. ട്രാവലിംഗിനാണെങ്കിലും പൊതുവെ ലൈഫിൽ ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് 100% വേണ്ട ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. അപ്പോൾ ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അവർക്ക് ആക്ച്വലി കുറേ പ്രത്യേകത ഉണ്ട്. ഞാനിത് ആക്ച്വലി ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത 2-3 പേരായിട്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ആപ്പിനെ പരിചയപ്പെടുത്തുന്നത്. കാരണം ദേ ഓൾ ഗോട്ട് റിയലി ഗുഡ് റിസൾട്ട്സ്. ഇവിടെ കുറേ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് വാട്സാപ്പിൽ കൂടിയാണ് പഠിക്കുന്നത്. അപ്പോൾ ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ ടൈമിംഗ് ഇസ് മോർണിംഗ് 9 to night 11. അപ്പോൾ ഏത് ടൈമിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ അന്ന് ടൈം ഇല്ല അല്ലെങ്കിൽ ടൈം കണ്ടെത്താൻ പറ്റില്ല എന്നൊരു എക്സ്ക്യൂസ് ഇവിടെ വാലിഡ് ആവില്ല. അപ്പോൾ 2-3 പ്രത്യേകത ഉള്ളത്. മെയിൻ ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ട്യൂട്ടറിനാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ശരിക്കും ഒരു ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്ന ഫീലിംഗ് ആയിരിക്കും ഇവരുടെ പഠിക്കുമ്പോൾ. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഐ ഫീൽ ഇസ് റിയലി ഗുഡ്. ആൻഡ് അതല്ലാതെ തന്നെ ഇവർക്ക് 3 ലെവൽ ഉണ്ട് അസസ്മെന്റ്. കാരണം എല്ലാവരുടെയും ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഒന്നും ആയിരിക്കില്ലല്ലോ. സോ എൻട്രി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്. സോ അവരൊരു അസസ്മെന്റ് ടെസ്റ്റ് എടുത്തിട്ടാണ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു ആ ഒരു കാറ്റഗറിയിലേക്ക് വിടുന്നത്. ഇതല്ലാതെ 2 മാസമാണ് കോഴ്സിന്റെ വാലിഡിറ്റി. പക്ഷേ ഇനി 2 മാസം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 6 months വരെ നിങ്ങൾക്ക് നീട്ടാം. സോ ദർ ഇസ് നോ എക്സ്ട്രാ കോസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഒരുപാട് അങ്ങനെ പ്രത്യേകത ഉള്ളതാണ്. നല്ല റിസൾട്ടും കിട്ടുന്നതാണ് ഇംഗ്ലീഷ് കഫേയുടെ ഈ ഒരു സംരംഭം. സോ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നത് ഇസ് എ മസ്റ്റ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഡാഡി എന്താ തോന്നുന്നത്? ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരല്ല, അവർ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്നവരാണ്. ഇംഗ്ലീഷ് അറിഞ്ഞാൽ ഏത് രാജ്യങ്ങളിൽ പോയാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു രാജ്യത്തും നമുക്ക് മറ്റുള്ള ആളുകളായിട്ടോ അവിടെയുള്ള ജനങ്ങളായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതെ, എല്ലാവരും അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇപ്പം സമയം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഐ എം ഷുവർ യുൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ് ഓൾസോ ഫ്രം ദിസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് കഫേനെ മറക്കരുത്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഐ എം ഷുവർ യുൽ കം ഔട്ട് സാറ്റിസ്ഫൈഡ്. ബൈ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗിൽ ഷോപ്പിംഗ് വ്ളോഗ് വെച്ച് തുടങ്ങാൻ പറ്റുന്നത്. എപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഹോട്ടൽ റൂം നേരെ അവിടെയാണ്. അവിടുന്ന് നേരെ നമ്മുടെ ഫ്രണ്ടിൽ ഡാഡി നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. പ്രിയ കുറച്ച് ജൂത്തീസ് നാട്ടിലേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ഐഡിയ അല്ലേ ഡാഡി? കാരണം നല്ല റേറ്റിന് കിട്ടും ചെയ്യും. നാട്ടിൽ ഇത് ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടില്ല. ഇതെല്ലാം ക്യാമൽ ലെതർ ആണ്. അത് മാത്രമല്ല നമുക്ക് ചുരുട്ടി കൂട്ടി എടുക്കാം. കാണിക്കുന്നത് ചുരുട്ടിയാലും തിരിച്ച് അതുപോലെ തന്നെയാവും. അത് മാത്രമല്ല നമുക്ക് ബാങ്കോക്ക് ഫാഷൻ എന്ന് പറഞ്ഞ പ്രിയക്ക് ഒരു ഓൺലൈൻ ബുട്ടീക്ക് ഉണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് എക്സിബിഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇത്തവണ കുറച്ച് ജയ്പൂർ ജൂത്തീസും വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു ജയ്പൂരിൻ്റെ എക്സിബിഷൻ കൂടെ നടത്താൻ പ്ലാൻ ഉണ്ട്. സോ നോക്കട്ടെ, ഇത് പ്രിയ വന്ന് വാങ്ങാം, റേറ്റ് ഒത്തു വന്നാൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ ഷോപ്പിങ്ങിലായിരിക്കും. അതുമാത്രമല്ല ഡാഡിയും ക്വാളിറ്റി ഇംപ്രസ്ഡ് ആയിട്ട്. ഡാഡി എന്താ വാങ്ങിയ? ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്. ലെതർ ബെൽറ്റ് അല്ലേ? ക്യാമൽ ലെതർ ബെൽറ്റ്. അത് ഡാഡി ഇട്ടിരിക്കുകയാണ് ഓൾറെഡി. അത് ഇട്ട്. സോ ക്വാളിറ്റിക്ക് ഡാഡി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി പ്രിയ വരട്ടെ, എന്നിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് തുടങ്ങുന്നുണ്ട്. പ്രിയയുടെ ഹാപ്പിനെസ് ഉണ്ടല്ലോ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, മോർണിംഗ് തന്നെ ഷോപ്പിംഗ്. പക്ഷെ ഈ ഒരു ഷോപ്പിംഗിന് പ്രത്യേകത ഉണ്ട്. പ്രിയക്ക് വേണ്ടി അല്ല ഷോപ്പ് ചെയ്തത് അല്ലേ? ഞാൻ പറഞ്ഞു നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ എക്സിബിഷൻ നടക്കുമ്പോൾ വിൽക്കാനുള്ള ഒരു സംഭവമാണ്.
റേറ്റ് ഒത്തു വന്ന കളക്ഷൻ ഒത്തു വന്നു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടു. രാവിലെ വെറും വയറ്റിൽ ഷോപ്പ് ചെയ്യുമ്പോൾ വയറ് നിറയും. അതുമാത്രമല്ല ഇത്രയും അടുത്താണല്ലോ. എന്തായാലും ഷോപ്പിംഗ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഡാഡി എത്തിയിട്ടുണ്ട്. ഡാഡി ഇന്ന് എങ്ങനെയുണ്ട് പ്രിയ ഡാഡിയുടെ മാസ്കും ഡാഡിയും? കുറേ ബുദ്ധിമുട്ടിയാണ് ഈ മാച്ച് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ഡാഡി. ഈ ഗേൾസ് ഒക്കെ മാച്ചിങ് കമ്മലും ചെരുപ്പും വളയൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ ഇപ്പൊ ഡാഡിക്ക് മാസ്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതില് തുടങ്ങണം. എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും ഒന്നും അറിയില്ല. അപ്പൊ കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്തിട്ട് പ്രിയ ഷോപ്പിംഗിന്റെ ഇടയ്ക്ക് ഞാൻ വരാം. ഞാൻ വേദുവിനെ പോയി ഒന്ന് നോക്കട്ടെ. ഓക്കെ ബൈ. പ്രിയ ജൂത്തീസ് നോക്കാം എന്നാണ് പറഞ്ഞു വന്നത്. അതിന്റെ ഇടയ്ക്ക് ഭയ പ്യുവർ ലെതറിന്റെ ബാഗ്, ക്യാമൽ ലെതർ പ്യോർ ലെതർ ആണ്. ഇവര് പറയുന്നത്. ഇങ്ങനത്തെ പാറ്റേൺ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. സ്റ്റൈലിഷ്. അപ്പൊ ഇതൊക്കെ എന്റെ എക്സിബിഷന് വരികയാണെങ്കിൽ കിട്ടുന്നത്. വാങ്ങുന്നുണ്ടോ? പ്രിയയുടെ ഷോപ്പിംഗ് മിഡ് വേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ തുടങ്ങിയിട്ട് പ്രിയ ഭയങ്കര ടൈം എടുത്ത് സെലക്ട് ചെയ്യുള്ളൂ അല്ലേ ഡാഡി? അതാണ് ഒരു പ്രശ്നം. അത് പ്രശ്നമല്ല, അത് നല്ലതാണ്. എന്താ ഏറ്റവും ബെസ്റ്റ് സെലക്ഷൻ ആണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ ഓക്കെ. ഡാഡി ഓഡിയൻസ് ആയിട്ട് സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ പോലത്തെ ചേർന്ന് ഡാഡി ഇരുന്ന് സപ്പോർട്ടും കയ്യടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഡാഡിക്ക് അറിയാം കസേരയിൽ ഇരുന്നാല് ഞാൻ വളർത്തിയതിൽ ഇത്രയും കൊണ്ടുപോയിട്ട്. അതെ, എനിക്കറിയാലോ. പൂർണിമ ആണെങ്കിൽ രാവിലെ ഒരു ഷോപ്പിൽ പോയി വൈകുന്നേരം വരെ നോക്കും. എന്നിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോ. ഇഷ്ടപ്പെടാതെ ഒന്നും വാങ്ങില്ല. അപ്പൊ ഡാഡി അടുത്ത് തന്നെ കസേരയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്താൽ ഞാൻ അവര് വരുന്നവരെ അവിടെ എനിക്ക് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ആണോ? അതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവര് രാവിലെ പോയാൽ ചിലപ്പോൾ 5 മണി 6 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ അതുവരെ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അനുഭവം ആയിരിക്കും മിക്കവാറും ഇവിടെ. അത് ഷോപ്പിങ്ങിന് പോയാലേ ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിരിക്കും അല്ലേ അറിയാം. കാരണം നമ്മൾ ഒരു സൈസിന്റെ ഒരു ഷൂസ് ഇവിടെ ഉള്ളൂ. ഒരു പാറ്റേണിന്റെ ഒരു സൈസിൽ ഒരു ഷൂ. അത് ഇനി ചോദിച്ചാൽ അവർ ചെയ്യുന്നല്ല, കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരു ഷൂസിന്റെ തന്നെ 5, 6, 7 കാണും. പക്ഷെ 5 തന്നെ 2 ഇല്ല സൈസ്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഇത്. അപ്പൊ അങ്ങനെ പ്രിയ വിശ്വസിച്ചാണ് ഞാൻ ചെരുപ്പ് വാങ്ങുന്നത്. അവസാനം ഞാൻ ഇതെല്ലാം കെട്ടിപ്പുറക്കി നാട്ടിൽ പോയിട്ട് നിങ്ങളെങ്ങാണ് വാങ്ങാൻ വന്നില്ലേ? എന്റെ തനി സ്വഭാവം അതെന്തായാലും അല്ലെങ്കിൽ പ്രിയാനെ ഇടും. ഞാൻ വേറെ കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇത് പ്യോർ ലെതർ ആണ്, ആർട്ടിഫിഷ്യൽ ലെതർ അല്ല. ക്യാമൽ ലെതർ ആണ്. നനയാൻ പാടില്ല, വാഷ് ചെയ്യാൻ പാടില്ല. പൗച്ച് നിൽക്കാതെ ഇങ്ങനത്തെ പേഴ്സൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്. പ്യോർ ലെതർ ആണ്, എല്ലാവർക്കും ഉപയോഗപ്പെടും. എനിക്കിഷ്ടം ഇങ്ങനത്തെ പ്യോർ ലെതർ എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളോളം ലോങ് ലാസ്റ്റിംഗ്. ചേച്ചി ഇതുമാരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയ്പൂർ വന്നപ്പോൾ. നല്ല വെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് വാഷ് ചെയ്തപ്പോൾ ഒരു സ്മെല്ല് പോലെ വരുന്നുണ്ടായിരുന്നു. ഇതൊരിക്കലും വാഷ് ചെയ്യരുത്. പുള്ളി പറഞ്ഞത് എന്തോയിൽ മസ്റ്റേർഡ് ഓയിൽ അതിന്റെ മേലെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു ഷൈനിങ് വരും. നമ്മുടെ ബോഡിയിൽ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ ഇതിനും ഒരു മസ്റ്റേർഡ് ഓയിൽ ഇടണം എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. യങ്സ്റ്റേഴ്സ് ഈ ഓപ്പൺ കറുപില്ല പൗച്ചാണ്, അത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഒരെണ്ണം പ്രിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമല്ലോ. നമ്മൾ എക്സിബിഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും നാട്ടിലൊക്കെ എത്തി ഫ്രീ ടൈം കിട്ടുമ്പോൾ. ഇത് കണ്ടോ, ഇത് ജീൻസിന്റെ കൂടെ സൽവാറിന്റെ കൂടെ ഒക്കെ പോകും. ഇവൻ സാരിയുടെ കൂടെ പോകും കേട്ടോ. ഇങ്ങനത്തെ സ്റ്റൈലിഷ് ആയ പൗച്ചാണ്. ഇങ്ങനത്തെ ഞാൻ വാങ്ങുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, എല്ലാം ക്യാമൽ ലെതർ ആണ്. റെക്സൻ ആണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. റെക്സൻ ആണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒടിഞ്ഞു പോകും. ഇത് പ്യോർ ലെതർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുരുട്ടാൻ പറ്റുന്നത്. കണ്ടോ, അപ്പൊ ഞാനും ഒരു ഷൂസ് എടുക്കുന്നുണ്ട്. മെൻസിനുള്ള കളക്ഷൻ പ്രിയക്ക് അറിയാത്തോണ്ട് പ്രിയ എടുക്കുന്നില്ല. എനിക്ക് ഈ ഷൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ഒറിജിനൽ ക്യാമൽ ലെതർ ആണ്. അപ്പൊ അതേ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡാഡി ബെൽറ്റ് വാങ്ങി
അപ്പൊ ഗൈസ് ഇനിയിപ്പോ റെഡി ആവണം, ഇനി വേഗം അടുത്ത സൈറ്റ് സീയിങ്ങിന് പോകണം. എന്തൊക്കെ ഒരുപാട് സമയമായി, ഓൾമോസ്റ്റ് 12:30 കഴിഞ്ഞു. ഇനിയിപ്പോ എന്തൊക്കെ കാണാൻ പറ്റും എന്നറിയില്ല. അപ്പൊ എന്തായാലും വേഗം പോയി റെഡി ആവട്ടെ. ഇത് വെൽക്കം മ്യൂസിക്കാ പറയാ. പൊതുവെ ഗസ്റ്റിനെ പണ്ട് വെൽക്കം ചെയ്തോണ്ടിരുന്നത് ഈ ഒരു മ്യൂസിക്കില്. നൈസ് നോ? ഇത് വെൽക്കം മ്യൂസിക് ആണ് ഡാഡി. പണ്ട് ഗസ്റ്റിനെ വെൽക്കം ചെയ്തോണ്ടിരുന്ന ഈ ഒരു മ്യൂസിക്കില്. ഇത് ഫെമിലിയർ അല്ലേ? ജയ്പൂരിൽ ഈ പാട്ട് വെൽക്കം സോങ് അത്. ഇവിടെ കൊറോണ കാരണമല്ല, പൊതുവെ തിരക്ക് കുറവ്. ഇത് ആക്ച്വലി ഭയങ്കര റിലാക്സിങ് പ്ലേസ് ആണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്വന്ത് താഡയിലാണ്. ഇത് ആക്ച്വലി ഒരു മെമ്മോറിയലാണ്, നമ്മൾ താജ്മഹലൊക്കെ പോലെ. ഇത് കിങ് ജസ്വന്ത് സിംഗിന് വേണ്ടി മകൻ ഉണ്ടാക്കിയ, സർദാർ സിംഗ്, ഇവിടുത്തെ ടൗണിലെ ഏറ്റവും ഫേമസ് കിങ് ഉണ്ടാക്കിയ ഒരു മെമ്മോറിയലാണ്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് കോൾഡ് ആക്ച്വലി താജ്മഹൽ എന്നാണ് പറയുന്നത്, മിനി താജ്മഹൽ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡെസേർട്ടിൻ്റെ നടുക്ക് കണ്ട, ദർ ഇസ് എ ലേക്ക് ഹിയർ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? പോവാം. ഇറ്റ്സ് ആക്ച്വലി മിനി താജ്മഹൽ എന്നാണ് പറയുന്നത്. സമാധിയാണിത്. ഇവിടുത്തെ ആംബിയൻസ് കയറുമ്പോൾ തന്നെയുള്ള ഒരു ഫീൽ ഇസ് ടു ഗുഡ്. ഡെസേർട്ടിൻ്റെ നടുക്ക് ഇങ്ങനത്തെ ഒരു ലേക്ക്, അതിൽ കുറേ ഡക്സ്. സിറ്റി വാൾ, അതാണ് ഫുൾ സിറ്റി വാൾ ആണ് കാണുന്നത്. സോ 10 കിലോമീറ്റർ, 10 കിലോമീറ്ററിന്റെ വാളോ ഡാഡി ആ കാണുന്നത്. ആ സിറ്റി വാൾ. ഇത് ആക്ച്വലി സമാധിയാണ് ഒരു രാജാവിന്റെ, ജസ്വന്ത് സിംഗ് എന്ന് പറഞ്ഞ രാജാവിന്റെ സമാധിയാണ് ഈ ബിൽഡിംഗ്. ഡെസേർട്ടിന്റെ നടുക്കാണിത്. ഭയങ്കര രസമായിട്ടില്ല, ഡെസേർട്ടിന്റെ നടുക്ക് ലേക്ക്. ഇവിടെ ആക്ച്വലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പാർക്ക് പോലത്തെ ഒരു ഫീലിംഗ്, വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ലേക്ക് സൈഡിൽ ഇരിക്കാൻ, അങ്ങനത്തെ ഒരു സ്ഥലം ഇത്. നല്ല ഭംഗിയായിരിക്കും. കൊക്കും ഡക്കും. ഓ, എന്താ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും. ഇവിടെ ഗൈഡ് നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി പ്രോപ്പർ ഡെസേർട്ട് അല്ലേ പ്രിയ? എന്തൊക്കെയാ ബിൽഡിങ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വേദു ഹാപ്പി. എല്ലായിടത്തും ഇവിടെ ഈ ഓപ്പൺ ഗ്രൗണ്ട്സ് ഉള്ള കാരണം വേദു ഭയങ്കര ഹാപ്പി. വെയിലൊന്നും ഒരു വിഷയമില്ല. വേദു ജംപ്. 1 2 3. ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. എനിക്ക് ഇട്ടയിൽ ഏറ്റവും ഇഷ്ടമുള്ള കളർ ബ്ലൂ ആണ്. അതുപോലെ ബ്ലൂ ഷോർട്സ്, ബ്ലൂ ഷൂസ്, ബ്ലൂ ടീഷർട്ട്. ഇതും പോപ്പീസിനാണ്. പ്യോർ കോട്ടൺ. ഈ ചൂടത്ത് പറ്റിയ ഡ്രസ്സാണ് നമ്മൾ ഭാഗ്യത്തിന് എടുത്തത്. നമ്മൾ അധികം വിന്റർ ക്ലോത്ത്സ് എടുക്കാത്തത് നമ്മുടെ കറക്റ്റ് കാൽക്കുലേഷൻ്റെ ആയിരുന്നു. നന്നായി അധികം വിന്റർ ക്ലോത്ത്സ് എടുക്കാത്തത്. ഇറ്റ്സ് സോ ഹോട്ട് ഹിയർ. ഇവിടെ 50-52 ഡിഗ്രി വരെ പോകുന്നു. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഇതാണ് നമ്മുടെ ഗൈഡ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിതെങ്കിൽ ഇത് വന്നിട്ട് വൈഫ് ഭർത്താവിന് വേണ്ടിയിട്ട് 2 ക്വീൻസ് ആയിരുന്നു. 2 ക്വീൻസ് കിങ് ജസ്വന്ത് സിംഗിന് വേണ്ടി പണിതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സൺ സർദാർ സിംഗ്. അങ്ങനെ പണിതാണ് ഈ മെമ്മോറിയൽ. ഇത് സെയിം താജ്മഹൽ പണിത സെയിം മാർബിൾ വെച്ചാണ് പണിതിരിക്കുന്നത്. സോ അകത്ത് പോകുമ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അകത്ത് പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതല്ല, മെയിൻ ഇത് ആക്ച്വലി മെമ്മോറിയലാണ്. ആ നേരെ കാണുന്നതാണ് കിങ്ങിൻ്റെ മെമ്മോറിയൽ. ഇത് ആക്ച്വലി കിങ്ങിനെ ക്രിമേഷൻ ചെയ്തതല്ല, ജസ്റ്റ് മെമ്മോറിയൽ ഓർമ്മയ്ക്ക് വേണ്ടി പണിതാണ്. പക്ഷേ ഇവിടെ തന്നെയാണ് ഇപ്പോഴത്തെ റോയൽ ഫാമിലിയും എല്ലാ റോയൽ ഫാമിലീസിനെ ഇപ്പോൾ ഇവിടെ തന്നെയാണ് ക്രിമേറ്റ് ചെയ്യുന്നത്. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഒരു രാജാവിന് 2 മക്കൾ, മൂത്തതും ഇളയതും ഉണ്ടെങ്കിലും ഏറ്റവും മൂത്ത മകനായിരിക്കും മഹാരാജ, ഇളയ മോനായിരിക്കും മഹാരാജ് കേട്ടാ സെക്കൻഡ് വാല മഹാരാജ ഓർ മഹാരാജ് ഫാമിലി. സോ ദ തിങ് ഇസ് ദാറ്റ് ആ നേരെ കാണുന്നതൊക്കെയാണ് ഈ രാജാവിൻ്റെ ആദ്യത്തെ മോൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യയും കുട്ടികളും. മഹാരാജ് സർദാർ സിംഗ് അങ്ങേരുടെ ടൂമ്പാണിത്. സോ അങ്ങേരുടെ ടൂമ്പാണ് ഇവിടെ കാണുന്നത്. ആ സമയത്ത് ഇളയ മകൻ, ആ രാജാവിൻ്റെ ഇളയ മകനും അവരുടെ ഫാമിലീസിനെയാണ് ഈ അടി കാണുന്നത്. സോ മഹാരാജ ഫാമിലി, മഹാരാജ് ഫാമിലി. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു. വളരെ അറിയാത്തൊരു കാര്യമായിരുന്നു. ഒരു രാജാവിന് 2 മക്കളുണ്ടെങ്കിൽ അതിലും ഒരു വേർതിരിവുണ്ടെന്ന്. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ഡിഫറെൻറ്റ്. എന്തായാലും നമുക്ക് നേരെ ഇതിലേക്ക് തന്നെ പോവാം.
മെമ്മോറിയലിനകം കാണാം. അവർ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ഫാക്ട് എന്താണെന്ന് അറിയോ, ഈ മാർബിളിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യുന്നത്, വെളിയിലത്തെ സൺലൈറ്റ് മാർബിളിൽ കൂടെ പാസ് ചെയ്ത് അകത്ത് കാണാം എന്നാണ് പറയുന്നത്. അത് ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ട്രാൻസ്ലൂസെൻറ്റ് അല്ലേ, അതൊന്ന് കയറി കാണാം, അങ്ങനെ തന്നെയാണോ എന്ന്. സൺലൈറ്റ് ആണ് ഇത്, വെളിയിൽ നിന്ന് വരുന്നതാണ് സൺലൈറ്റ്. ദിസ് ഇസ് സോ അമേസിങ്, സോ അമേസിങ്. ഡാഡി ഇതുവരെ കണ്ടിട്ടുണ്ടോ മാർബിളിൽ കൂടെ സൺലൈറ്റ് വരുന്നത്? അല്ലേ, ഭയങ്കരല്ലേ? ആ, നമ്മൾ വിചാരിക്കും ഇപ്പുറത്തേന്ന് വല്ല റിഫ്ലക്ഷൻ ആണ്, അല്ല, ഒന്നുമല്ല. ഇത് വെളിയിലത്തെ സൺലൈറ്റ് അകത്ത് വരെ വരുന്നതാണ്. പ്രിയ, ഇത് 1906 ചൂടുണ്ടോ? മാർബിൾ അല്ല, തന്നിരിക്കും. 1906 ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണിത്, മെമ്മോറിയൽ. എത്ര രൂപയായി കാണും അന്നത്തെ പൈസയിൽ? 1,94,000 അന്ന് എന്ന് പറയുമ്പോൾ. ഇന്ന് ഇറ്റ്സ് ബി ക്ലോസ് ടു ഒരു 20 crore 50 crore ഒക്കെ ആയിരിക്കും. ഇതൊക്കെ ആർക്കിടെക്ചർ. നമുക്ക് എന്തായാലും ഒരു മിനി താജ്മഹൽ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ റൂളേഴ്സിന്റെ ഫോട്ടോ ആണ്. മഹാരാജ് ഓരോ ഇതനുസരിച്ച്, ജനറേഷൻ അനുസരിച്ച്, എല്ലാവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി. പക്ഷെ എന്നാലും ഭാര്യമാര് ഭർത്താവിനുണ്ട്. എനിക്ക് വേണ്ടി പണിയോ ഇതുപോലത്തെ ഒരു മെമ്മോറിയൽ. വലുതായിക്കോട്ടെ, എന്തിനാ കുറയ്ക്കുന്നത്? ഒരു യൂട്യൂബിന്റെ ഒരു, പക്ഷെ ഇത് 2 ഭാര്യമാര് ചേർന്നാ പണിത്. അത് വേണമെങ്കിൽ ഞാൻ റെഡി ആക്കിക്കോളാം. 2 ഭാര്യമാരും കോർഡിനേറ്റ് ചെയ്തതായിരിക്കും. സ്നേഹം ഒത്തൊരുമല ഈക്വലായിട്ട് ഷെയർ ചെയ്തു. ഈക്വൽ ഷെയർ ചെയ്തു. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു വണ്ടറായിട്ട് തോന്നിയത്, മാർബിളിൽ കൂടെ ലൈറ്റ് വരുന്നത്. ഇറ്റ്സ് റിയലി ലുക്കിംഗ് ലൈക്ക് ബാക്ക് ലിറ്റ്, അല്ലെങ്കിൽ ബാക്കിൽ ലൈറ്റ് ഉള്ള പോലെ, അകത്ത് ലൈറ്റ് ഉള്ള പോലെ. പക്ഷെ ദിസ് ഇസ് എ നാച്ചുറൽ വണ്ടർ, അടിപൊളി. അതിൻ്റെ ഇത് മഹാരാജിൻ്റെ മെയിൻ മെമ്മോറിയൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ലോക്കൽസ് വരുന്നവർ ദേ കൺസിഡർ ഹിം ആസ് എ ഗോഡ്. സോ ഇങ്ങനെ ഒരു ത്രെഡ് ചുറ്റിയിട്ട്, ഒരു ആചാരത്തിനുള്ള രീതി ത്രെഡ് ചുറ്റിപ്പോവും, അമ്പലങ്ങളൊക്കെ കാണുന്ന പോലെ. ഓക്കെ, ഇറ്റ്സ് എ സ്മോൾ പ്ലേസ്. പക്ഷേ ജോധ്പൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ്. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ്. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ കാണാം, ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ചെറിയ താജ്മഹൽ കാണാം, ബ്യൂട്ടിഫുൾ വിൻഡോസ് ഉണ്ട്, അടിപൊളി. ഒരുപാട് രാജാക്കന്മാരുണ്ടെങ്കിലും ഈ മെമ്മോറിയൽ പണിതത് മഹാരാജ ജസ്വന്ത് സിംഗ് ടൂവിന് വേണ്ടിയായിരുന്നു. ദിസ് ഇസ് ദ മഹാരാജ. അപ്പോൾ അതെ, വീണ്ടും ഞാൻ കാണിക്കുകയാണ്. മെമ്മോറിയൽസ് ആണ്. ഈവൻ ഇപ്പോഴത്തെ കറന്റ് ജനറേഷൻ രാജാവിന് 72 years ആണ്. അങ്ങേര് താമസിക്കുന്ന ഇവിടുത്തെ ഉമ്മൈദ് ഭവൻ പാലസ് ഉണ്ട്, അത് ഹോട്ടലും കൂടെയാണ്. എനിക്കൊന്ന് താജ് ഗ്രൂപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പോർഷൻ ഹോട്ടലും ഒരു പോർഷൻ ഇപ്പോൾ താമസിക്കുന്നുണ്ട്, ഒരു പോർഷൻ മ്യൂസിയം. പക്ഷേ കോവിഡ് കാരണം മ്യൂസിയം ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. സോ അല്ലെങ്കിൽ അവിടെ റൂം എടുക്കണം, എന്തായാലും നടന്നില്ല. സോ ദിസ് ഇസ് ദ മെമ്മോറിയൽ. ഇപ്പോഴത്തെ ജനറേഷനിൽ രാജാവ് മരിച്ചാലും ഇവിടെ കൊണ്ടുവന്നായിരിക്കും ക്രിമേഷൻ കഴിഞ്ഞിട്ട് മെമ്മോറിയലായിട്ട് ഇവിടെ പണിയുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രീതിയിലാണ് നമ്മുടെ ഹിന്ദുക്കൾക്കുള്ള ക്രിമേഷൻ. ഒന്ന് ബേൺ ചെയ്യും ബോഡി, ഒന്ന് വെള്ളത്തിലൊഴുക്കും, ഒന്ന് പണ്ട് ഫോറസ്റ്റിൽ കൊണ്ടുപോയി ഇടുമെന്ന്, ആൻഡ് ഒന്ന് ബറി ചെയ്യും. അങ്ങനെ 4 രീതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസിൽ അമ്മയും മോനും കൂടെ നിക്കവിടെ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. എന്തോ പൂവ് എറിയാൻ പോവാണ് വെള്ളത്തിൽ വേതു, എറിഞ്ഞില്ല. ആ ചിരി നോക്ക്, ആ ചിരി സന്തോഷം നോക്കിക്കേ അല്ലേ. രാജസ്ഥാനിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ഏറ്റവും പോകണം എന്ന് ആഗ്രഹിച്ച ഏറ്റവും ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലുള്ള, മേ ബി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലുള്ള ഒരു കഫേയാണ് സ്റ്റെപ്പ് വെൽ കഫേ. സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചില്ല, ജയ്പൂരിലൊക്കെ മറ്റേ ഒരു റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ഒരുപാട് സ്റ്റെപ്സ് ഉള്ളത്. ആ ഒരു ടാങ്കിൻ്റെ വ്യൂ ഉള്ള ഒരു കഫേ എനിക്കൊന്ന് വേൾഡിൽ ആ കൂടെ ഒറ്റ ഒരെണ്ണുള്ളൂ, അത് ഈ സ്റ്റെപ്പ് വാൾ കഫേയാണ്. ഫുഡ് വലിയ ഗുണമില്ലാന്ന് എനിക്ക് തോന്നുന്നത്, മേ ബി ജസ്റ്റ് അബൌട്ട് ആവറേജ്. ഇറ്റ് ബി വെരി എക്സ്പെൻസീവ്. പക്ഷേ ആ ഒരു ലൊക്കേഷന് വേണ്ടി ഞങ്ങൾ ഓൾഡ് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റെപ്പ് വാൾ കഫേ. ഇങ്ങനെ നടക്കുക. Hi guys, this is amazing. ഞാൻ അകത്ത് കയറി കണ്ടു. ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് കോൾഡ് സ്റ്റെപ്പ് വാൾ കഫേ. കഫേ വളരെ ഒരു ക്ലീൻ, നല്ലൊരു ഉഗ്രൻ ആംബിയൻസ് ആണ്. ഒരുപാട് പെയിൻറ്റിങ്സും ഒരു ഹെറിറ്റേജ് കഫേ പോലത്തെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊന്നുമല്ല, ട്രാവലേഴ്സ് ചോയ്സ് അവാർഡൊക്കെ കിട്ടിയാണ് ട്രിപ്പ് അഡ്വൈസറിൻ്റെ. ദ മോസ്റ്റ് അമേസിങ് പാർട്ട്, പ്രിയ ഉണ്ട് ഇവിടെ, പക്ഷെ അതല്ല ഏറ്റവും അമേസിങ് പാർട്ട്. ദ വ്യൂ ഫ്രം ഹിയർ. ഇവിടെ ഇരുന്നുകൊണ്ട്
ഈ ഒരു സ്റ്റെപ്പ് വാൾ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ടു ബി ഹിയർ ആൻഡ് ഹാവ് ഫുഡ് വിത്ത് ദിസ് വ്യൂ. അടിപൊളി. നമുക്കേ ഇവിടെ ഒരു 6 മണി വരെ ഇരുന്നിട്ട് പോകാം. വേറെ ഒന്നൊക്കെ വ്ളോഗ് ചെയ്യണ്ടേ? നല്ല വ്യൂ അല്ലേ? വൈകുന്നേരം സൺസെറ്റും കോഫിയും ഒക്കെ കുടിച്ചിട്ട് ലഞ്ചും കഴിഞ്ഞ് സൺസെറ്റ് കോഫിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുന്നല്ലേ. ഭയങ്കര ഒരു ഫീലിംഗ്. അടിപൊളി. സ്റ്റാർട്ടേഴ്സായിട്ട് ഐസ് ടീ വന്നിട്ടുണ്ട്, അതല്ലാതെ നല്ല ചിക്കൻ ഫ്രിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര കോണ്ടിനെൻ്റൽ കഫേയൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റെപ്പ് വാൾ കഫേയിൽ നിന്ന് കോണ്ടിനെൻ്റൽ ഫുഡാണ് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ വീണ്ടും എനിക്ക് പറയാതിരിക്കാൻ പറ്റും, ഇവിടുത്തെ ഒരു വ്യൂ ആണ്. പ്രിയ ഇവിടുത്തെ ഫ്ലോറിംഗിൽ മെസ്മറൈസ്ഡ് ആണ്. ഓക്സിഡൈസ് ഫ്ലോറിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം. പണ്ടത്തെ ഫ്ലോറിംഗ് അത് നല്ല രസമുണ്ട്. ബ്ലാക്ക് ഓക്സൈഡ്. ഓക്കെ, ഭയങ്കര ആംബിയൻസ് അല്ലേ. രാത്രി എന്ത് രസമായിരിക്കും ഇവിടെ ഒരു ഈവനിങ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഏത് ഞാൻ ബാക്കിൽ ഇരുത്തിയിരിക്കുകയാണ്. സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അവിടെ സോഫയിൽ കിടക്കാൻ പോണത്. ഇത് വേൾഡിലെ ഓൺലി സ്റ്റെപ്പ് വാൾ കഫേ ആയിരിക്കും ഇത്. കാരണം ഇത് ഇന്ത്യ മാത്രമേ ഉള്ളല്ലോ ഇങ്ങനത്തെ സ്റ്റെപ്പ് വാൾസ്. അത് ഇവിടെ കഫേ വിത്ത് എ വ്യൂ ഇതൊക്കെയാണ് ശരിക്കും. ഗൈസ്, സ്റ്റെപ്പ് വാൾ കഫേയിലെ ലൊക്കേഷനും ആംബിയൻസും സ്റ്റാഫും മാത്രമല്ല അടിപൊളി. ദ ഫുഡ് ഇസ് അമേസിങ് ഐ തിങ്ക് സോ. ഡാഡി എങ്ങനെയുണ്ട് ക്രിസ്പി ചിക്കൻ? വെരി ക്രിസ്പി അല്ലേ? വെരി ഗുഡ്. ഞാൻ കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ദ ഫ്രൈസ് ആർ ഹാൻഡ് കട്ട് ഫ്രൈസ്. 100% you like it. I'm 100% sure. Very crispy, very juicy, thinly sliced. Even the sauce is aioli sauce, so it's very tasty. Sauce is so tasty. Yum. അടിപൊളി അല്ലേ? വെരി ഗുഡ്. ഐസ് ടീ നോക്കട്ടെ. ഐസിക്ക് ആക്ച്വലി മധുരം കുറവാണ്, നന്നായി മിക്സ് ചെയ്യണം. പക്ഷേ സിറപ്പൊന്നും അല്ല, പ്യുവർ ബ്രൂ ഐസ്. ഐ മീൻ ടീ ബ്രൂ ചെയ്ത് അതിൽ ലെമണും കുറച്ച് തുളസിയൊക്കെ ഇട്ടുള്ള ഒരു കിട്ടുന്ന സംഭവമാണ്. വെരി വെരി റിഫ്രഷിങ്. ഡാഡി ഇതേ ടൊബാസ്കോ സോസ് എന്ന് പറഞ്ഞ സോസാണ്. ഭയങ്കര എരിവാണ്. ഡാഡിക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെന്താ? ഉറപ്പാണോ? ഉറപ്പാണ്. ഇവിടെ അടുത്തൊന്നും ഹോസ്പിറ്റലില്ല ഇനി കൊണ്ടുപോയാൽ. ഒന്നുമില്ല. ഞാൻ ഒഴിച്ചു തരട്ടെ? നോക്കട്ടെ. ഡാഡിനെ കൊണ്ട് ടൊബാസ്കോ സോസ് കഴിപ്പിക്കാൻ പറ്റുമോ? ടൊബാസ്കോ സോസ് ഒക്കെ എല്ലാവർക്കും അറിയാം ഡാഡി. ഭയങ്കര എരിവാ. ഇത്രയും ടൊബാസ്കോ സോസ് ഡാഡി കഴിക്കുന്നാണ് പറയുന്നത്. നോക്കട്ടെ, എടുത്തോ? കട്ട് ചെയ്യാതെ എടുക്കണം. ഓക്കെ. കുഴപ്പമില്ല. ഉയ്യോ, ഇത് തൊട്ട് നക്കാൻ തന്നെ എന്തൊരു സ്പൂൺ കഴിച്ചേ. ശരിക്കും നല്ല ടേസ്റ്റ്. ശരിക്കും കൈ നിറയെ വേണം. ഭയങ്കര എരിവ്. എനിക്കും പറ്റില്ല അത്ര. ഒരു കുഴപ്പമില്ല ഡാഡി, വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇതുവരെ. ഒന്നുമില്ല. ഓ, വെറുതെ അല്ല ഡാഡിക്ക് ഇത്രയും ഫാൻസ്. ഇറ്റ്സ് വെരി സ്പൈസി. ഐ നോ. വെറുതെ അല്ല, ഇപ്പൊ ഡാഡി ഫാൻസ് കൂടും ടുബാസ്കോന്റെ പെപ്പർ സോസ്. അപ്പൊ പെപ്പറോണി പിസ്സ കുത്തി വന്ന് പെപ്പറോണി പിസ്സ മെനുവിൽ കണ്ടപ്പോൾ അത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഡാഡിക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡാഡി അത് കഴിച്ചു നോക്കും. എനിക്ക് പിസ്സ ചെറിയ ക്വാണ്ടിറ്റി ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഐ കാൺ വെയിറ്റ് ടു ടേസ്റ്റ് ദിസ്. പിസ്സയിൽ കുറച്ച് മാരിനറ സോസിൻ്റെ കുറവുണ്ട്, പക്ഷേ ബാക്കിയെല്ലാം ഇറ്റ്സ് ഓക്കെ. പെപ്പറോണി ഓൾസോ നമ്മുടെ ഫിൽജേസ് പിസ്സയുടെ അത്രയൊന്നും ഇല്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ഫുഡ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയായിരുന്നു ഫുഡ് വോണ്ട് ബി ദാറ്റ് ഗുഡ് എന്ന്. പക്ഷേ ബിരിയാണി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മുകളി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ പ്രിയയ്ക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിരിയാണി കൂടെ പറയാം. ഇതെന്തായാലും അടിപൊളിയായിരുന്നു. പിസ്സ ഐ ഡോണ്ട് റെക്കമെൻഡ്, പക്ഷെ ഞാൻ എന്തായാലും ഫുൾ കഴിക്കുന്നതായിരിക്കും. ഡാഡി തന്നെ ഡാഡി ബിരിയാണിയുടെ കൂടെ വന്ന സാധനം അത് തൈരിൽ ടർമറിക് പൗഡർ ഇട്ടതാണ്. നല്ലതാണോ? നല്ലതാണ്. ബിരിയാണി ഇവിടേക്കൊന്നും ഇവിടെ ബിരിയാണിക്ക് സാലഡിനും ഒക്കെ ഇതാ തരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഡാഡി അത് വെറുതെ കോരി കുടിക്കുക. അത്രയും ടേസ്റ്റാ? അത്രയും ടേസ്റ്റാണ് മാത്രമല്ല ഹെൽത്തിന് നല്ല. COVID-19 ഇത് ബെസ്റ്റാണ്. മഞ്ഞളും അല്ല, ഡാഡി എല്ലാ ദിവസവും പാലിൽ മഞ്ഞളിട്ട് കുടിക്കും. സൗന്ദര്യവും ആരോഗ്യത്തിന്റെ ഒക്കെ. ആരോഗ്യത്തിന്റെ അതെ.
പ്രിയ ഒരു കാര്യം ഇപ്പോഴാണ് റിയലൈസ് ചെയ്ത് നമ്മൾ രാജസ്ഥാനിൽ വന്നിട്ട് ഇതൊരു ബിരിയാണി കഴിച്ചിട്ടില്ല അല്ലേ? My favorite. ഫേവറേറ്റ് ഡിഷ് ഇൻ ദ വേൾഡ് ഇറ്റ്സ് ബിരിയാണി. നല്ല ഫ്രൈഡ് അണിയൻസ് ഉണ്ട്, ചിക്കൻ സോഫ്റ്റ് ആണ്. ഞാൻ കഴിച്ചു, ഫുൾ നെയ്യാണ് പ്രിയ, ഇറ്റ്സ് ഫുൾ ഓഫ് ഗീ. ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ രാജസ്ഥാനിലെ ഫസ്റ്റ് ബിരിയാണി ബൈറ്റ്. നൈസ് നോ? നെയ്യാണ് ഫുൾ നെയ്യാ, അതുകൊണ്ട് ഭയങ്കര നെയ്യുടെ ഫ്ലേവറാണ്. ആ വേദോ ഡാൻസ് ചെയ്യണോ മോൻ? ഡാൻസ് ചെയ്യണോ മോൻ? എനിക്ക് ബിരിയാണിയിൽ ഈ സവാളയും കശുവണ്ടിയൊക്കെ വറുത്തി മുന്തിരിങ്ങ സ്പെഷ്യലി ഞാൻ പറക്കി എടുത്ത് എന്തായാലും അടിപൊളി ബിരിയാണിയാ. അപ്പൊ എൻജോയ് ചെയ്തോ ഗൈസ്. ആക്ച്വലി നമ്മുടെ സ്റ്റെപ്പോൾ കാഫെ അപ്പുറത്താണ്. ഇവിടെ അവരുടെ തന്നെ ഒരു വലിയൊരു ചെയിനാണ്. അവർക്ക് ഹോട്ടൽസ് ഉണ്ട്, ഡീക്കോർ ഉണ്ട്, ഇതുപോലത്തെ ഒരു ഔട്ട്ഡോർ കഫേ, സീറ്റിംഗ് ഉണ്ട്, ഐസ്ക്രീംസിനൊക്കെ. ഇറ്റ് ഇസ് റിയലി ഗുഡ് പ്ലേസ് കാണാനൊക്കെ. എന്തായാലും ഇവിടെ ഹോട്ടലിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾഡ് സിറ്റി, പക്ഷേ ഇവിടെ താമസിച്ച വർഷം എന്ന് കഴിഞ്ഞാൽ കാറൊന്നും അകത്ത് വരില്ല. അപ്പോൾ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തവർക്ക് ഓൾഡ് സിറ്റിക്കകത്ത് താമസിക്കാനേ പറ്റില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ബ്ലോക്കായി. ആ ലോക്ക്ഡൗൺ പ്രിയ ഭാഗ്യമില്ല, കൊറോണ കാരണം അടച്ചിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. നോക്കട്ടെ, കുട്ടി ആനയുണ്ട്, നല്ല സാധനങ്ങളാട്ടെ പ്രിയ. എന്തെങ്കിലും വാങ്ങിയേനെ ഉറപ്പായിട്ടും. ലക്കില്ല ബാപ്പുവ. അടുത്ത് നമുക്ക് ജയ്സൽമേറി വെച്ച് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. ലോക്കാണ് ചെയ്തു, എന്ത് ചെയ്യാനാ, പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല. ആ ഗൈസ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു മിക്കവാറും രാജസ്ഥാൻ കേരളത്തിലെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ജൂത്തീസും ബാഗ്സും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പ്രിയ. ഇപ്പം വേറെ ഒരു കടയിൽ കയറിയിട്ട് പ്രിയ ഡ്രസ്സുകളാണ് വാങ്ങുന്നത്. അത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇൻഡിഗോ കളർ ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക്, ഓർഗാനിക് കോട്ടൺ ആണ്, ഓർഗാനിക് കോട്ടൺ. അപ്പൊ ഇങ്ങനത്തെയൊക്കെയാണ് എന്റെ ഫ്രോക്കാണ് വാങ്ങാൻ പോകുന്നത്. നിങ്ങൾ എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യണം ഉറപ്പായിട്ട്. ഇവിടെ കുറെ എണ്ണൊക്കെ സെലക്ട് ചെയ്തുണ്ട്. അപ്പൊ എങ്ങനെ ഇതൊക്കെ കൊണ്ടുവരുന്നൊന്നും അറിയില്ല. ആ നല്ല അല്ലേ? ഓക്കെ, വേദുവിന് ഇഷ്ടപ്പെട്ട. വേദുവിന് വ്ളോഗ് ചെയ്യണം ഒന്ന്. വേദുവിന് എന്റെ ക്യാമറ നോക്കട്ടെ. വേദു എന്താ വ്ളോഗ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഹായ് വേദു, ഇങ്ങനെ വ്ളോഗ് ചെയ്യും, ഇങ്ങനെ വ്ളോഗ് ചെയ്യും. ഹായ് പറ. ഹായ് ഹായ്, വെൽക്കം ടു രാജസ്ഥാൻ പറ. വെൽക്കം ടു രാജസ്ഥാൻ പറ. പറ വെൽക്കം ടു രാജസ്ഥാൻ. അപ്പൊ പറയാം, പറ വെൽക്കം ടു രാജസ്ഥാൻ എന്ന് പറ. അല്ലെങ്കിൽ ഹലോ ഹോസ് എന്ന് പറ. എന്നിട്ടൊരു ഹൈഫൈ ഇതാ. വ്ളോഗർ വേദു വിവി. ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഡാഡി. പ്രിയ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ വിറ്റു പോവോ? പ്രിയ ഒരു റെഡ് കളർ ഒക്കെ എടുത്തിട്ടുണ്ട്. റെഡ് അല്ല, മെറൂണിഷ് റെഡ്. നൈസ് നോ? ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ്സ്. ഈ സബ് ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ്. ഇവര് പക്ഷെ പറയുന്നത് ഇൻഡിഗോ കളർ ആയതുകൊണ്ട് ആദ്യത്തെ വാഷിൽ കുറച്ച് കളർ പോവും, പിന്നെ കളർ പോകില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എനിക്കും തോന്നുന്നു. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇൻഡിഗോ ഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ കളർ. സോ നാച്ചുറൽ കളറാണ്. ഇതെന്താ? ഓക്കെ, നല്ല ഭംഗിയല്ലേ? നൈസ്. ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്രിയ ഇടും കേട്ടോ. മിക്കവാറും പ്രിയ ആയിരിക്കും ഇതൊക്കെ ഇട്ടോണ്ട് നടക്കുന്നത്. ഇതെല്ലാം പ്രിയ എടുക്കുന്നത് ഒരെണ്ണം പ്രിയക്ക് വേണ്ടിയാന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അങ്ങനെയാണല്ലോ, ഓണർ ഇട്ട് കണ്ടാലല്ലേ ബാക്കിയുള്ളവർ വാങ്ങുള്ളൂ. അല്ല, അങ്ങനത്തെ വിറ്റാ മതി. കാരണം നമ്മൾ ഇടുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി. പിന്നെ എനിക്കൊരു സ്കേർട്ട് ഞാൻ കണ്ടായിരുന്നു. വേദു അമ്മ സ്കേർട്ട് ഇടുന്ന നോക്ക്. സ്കേർട്ട് വേദുവിന് വ്ളോഗ് ചെയ്യണം ഇപ്പൊ കണ്ട്. ഓ ദാറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് വെരി നൈസ്. ഇതൊക്കെ മിക്കവാറും കൊച്ചിയിൽ എത്തുന്നതായിരിക്കും. എല്ലാം ബാങ്കോക്ക് ഫാഷൻ ബൊട്ടീക്കിന് എക്സിബിഷനിൽ വരുന്നതുമായിരിക്കും. വെരി നൈസ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബാങ്കോക്ക് ഫാഷൻ ബൊട്ടീക്ക് ചെക്ക് ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്റെ ലിങ്ക് ഈ അടിയിൽ കാണിക്കാം. അപ്പൊ ക്ലിയർ ഐഡിയ കിട്ടുമല്ലോ. ഇൻസ്റ്റാഗ്രാം ലിങ്ക് എല്ലാവരും ഫോളോ ചെയ്യണേ ഗൈസ്. ഇവിടുത്തെ കടകളെ കുറിച്ച് ഇവിടെ ടയർഡായതുകൊണ്ട് വാക്കുകളൊന്നും വെളിയിൽ വരുന്നില്ല. ഇവിടുത്തെ കടകളെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹോസ്പിറ്റബിൾ ആണ്. അവർ എന്തെങ്കിലും നമുക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാൻ തന്നവരെ വിടുള്ളൂ. ഭയങ്കര കേർട്ടിയസ്. നമ്മളൊന്നും വാങ്ങിയാലും ഇല്ലെങ്കിലും ഒക്കെ ഭയങ്കര ഹോസ്പിറ്റബിൾ ആണ് അവർ. ആൻഡ് വി ജെനുവിൻലി നമ്മളൊന്നും ഇഷ്ടപ്പെടാതെ വെളിയിലേക്ക് തിരിച്ചു പോയാലും ദസ് നോ ഹാർഡ് ഫീലിംഗ്. സോ അതൊരു ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ, എസ്പെഷ്യലി ഷോപ്സിൽ. താങ്ക് യു.
സംഭാരമാണ്, നല്ല സംഭാരം. मैडम आपके लिए क्या बटर मिल्क. नहीं ഇത് കണ്ട ഫാബ്രിക് അവരുടെ തന്നെയാണ്, അവർ തന്നെ അവർക്ക് മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് വേണ്ടി തന്നെ ഒരു ഗ്രാമത്തിൽ കുറച്ച് ടൈലേഴ്സ് ഉണ്ട്, എല്ലാം അതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് ആണ്. അവർ നമ്മൾ പറയായിരുന്നു അവർ വേറെ എവിടെ നിന്നല്ല വാങ്ങുന്നത്, അവരുടെ ഫാബ്രിക് എല്ലാം അവർ കാണിച്ചു തരുവാണ്. ഫാബ്രിക് ഉണ്ടാക്കുന്നവരാണ്, സോ അത്രയും ഒരു ഒത്തൻറ്റിക് സാധനമായിരിക്കും ഇത്. നമ്മൾ ഇതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതേ അമ്മയുടെ അസിസ്റ്റന്റ് ഇവിടെ ടേപ്പായിട്ട് നിൽക്കുന്നുണ്ട്, അത് അമ്മയുടെ കൊച്ചു അസിസ്റ്റന്റ്. റാപ്പ് അറൗണ്ട് സ്കേർട്ട്സോ? ഇതൊക്കെ പോവോ നാട്ടില്? ഇതൊന്നും കിട്ടില്ല. നല്ലതല്ലേ? കാണാനൊക്കെ നല്ലതാണ്. നാട്ടിലെ ആൾക്കാർ വാങ്ങുമെന്നാണ് എനിക്കറിയാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല ലേഡീസ് ഫാഷനെ കുറിച്ച്. നിങ്ങൾ പറയും ഇതൊക്കെ പോവില്ലയോ എന്നുള്ളത്. നാട്ടിലും ഇങ്ങനത്തൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങാ. ഇൻഡിഗോടെ എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമുള്ള സംഭവം. ഒരു കാര്യം മതി, അധികം ഒന്നും എടുക്കണ്ട, 2-3 എടുത്താൽ മതി. ആരും ഇട്ടില്ലെങ്കിൽ നമുക്ക് പൂർണിമയ്ക്കും പാത്തൂനൊക്കെ കൊടുക്കാമല്ലോ. ആ മെഷർ ചെയ്തോ വേദു? എല്ലാരെയും മെഷർ ചെയ്തോ? മെഷർമെന്റ് ടേപ്പ് ഒക്കെ അങ്ങനെയൊന്നല്ല മെഷർ ചെയ്യുന്നത്. എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? എന്ത് പ്രിന്റാന്നാ പ്രിയ പറയുന്നത്? അജ്രക് പ്രിന്റ്. അജ്രക് പ്രിന്റാ. ഇതൊക്കെ എന്താണ് ഇവര് പറയുന്നത് തന്നെയാണ് സത്യമാണ്. ഇവര് ഭയങ്കര ഓണസ്റ്റ് ആൾക്കാരാണ്. ഒരു ചേട്ടനും അനിയനും കൂടിയാണ് നടത്തുന്നത്. अजरक प्रिंट किधर का होता है? ये सर बाड़मेर बॉर्डर एरियाज में होता है और पाकिस्तान में? ये सब हैंडमेड है? सब हैंडमेड है. स्क्रीन हम लोग नहीं रखता है, कुछ भी नहीं है स्क्रीन. नहीं, सब कुछ ये गांव में बन जाता है. सब इधर का ही ना. ഇവർക്ക് വില്ലേജിൽ കുറെ ആർട്ടിസൻസ് ഉണ്ട്. ആക്ച്വലി എനിക്കൊന്ന് ഇങ്ങനെ ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിൽ തന്നെയാണ്. ഞാൻ കാണിച്ചില്ല, ജയ്പൂരിലൊക്കെ ഒരു ഏരിയ ഫുൾ ആർട്ടിസ്റ്റ് താമസിക്കുന്നത്. അവരവരുടെ സ്കിൽ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അതാണ് എനിക്കൊന്ന് എല്ലാവരും ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് ഏതെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അത് വെച്ച് ജീവിക്കാൻ നോക്കുക. കച്ചവടം, ബിസിനസ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ദെൻ ഐ എം ഷുവർ യു വിൽ ബി ഹാപ്പി. ഇത് കോട്ടൺ ആണ്, ഇത് പൈജാമാസ് ആണ്, പാൻസ് ആണ്, ഇലാസ്റ്റിക് പാൻസ്. अब എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു श्रिंक ആവുമോ, कॉटन श्रिंक ആവുമല്ലോ. तो आपने बोला श्रिंक नहीं होगा क्योंकि नहीं होगा पहले, क्योंकि ब्लॉक होने से पहले 24 आवर्स 48 आवर्स तक कंटिन्यूस पानी में रहता है. Okay. तो श्रिंकेज करवा देगा. ओके. अगर बाद में अगर श्रिंक होगा तो ये ब्लॉक ही खराब हो जाएगा. ഓ तो पहले ही श्रिंक पहले ही श्रिंक कर देता है. ഈ ആക്ച്വലി പാൻസ് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്യുന്നുണ്ട്. പാൻസ് ഓൾറെഡി ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടി അവർ വെള്ളത്തിൽ മുക്കി വെക്കുന്നു. പാൻസ് ലൈക്ക് ഫാബ്രിക്, സോ ദാറ്റ് അത് ഷ്രിങ്ക് ആവും. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്താൽ പിന്നെ ബ്ലോക്ക് പ്രിന്റ്സിന്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ വല്ലാതായി പോകുന്നു. സോ ആദ്യമേ അവർ ഫാബ്രിക് ഷ്രിങ്ക് ചെയ്തിട്ടാണ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇന്ന് ഷ്രിങ്കേജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞല്ലോ പ്രിയ? അപ്പോൾ ഒരു ചെറിയ രാജസ്ഥാനിൻ കൊച്ചിൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ചെറുതാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മളിങ്ങനത്തെ കുറച്ച് ചെറിയ പേഴ്സസും കണ്ടിട്ടുണ്ട്. ഇതും ഹാൻഡ് പ്രിന്റ് അല്ല, ഹാൻഡ് മെയ്ഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. ഏ ബി ഇൻഡിഗോ ഇൻഡിഗോ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതായിരിക്കും. ഇന്ന് വേറെ ഒന്നും നടന്നില്ല. ഇതൊക്കെ ശരിക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നും. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. സ്കൂട്ടറിൽ വന്ന് ചായ വെക്കുന്നു ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ലൈഫ് സ്റ്റൈല്. ഭയങ്കര ശരിക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ അല്ലെങ്കിൽ മെയിൻ ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുക, അതെങ്ങനെ ചെറിയ ചെറിയ ഗളീസിൽ കൂടെ വരിക, കടയിൽ കയറുക, ഷോപ്പ് കീപ്പേഴ്സായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഇവരുടെ വീട് ഇവിടുന്ന് 6 കിലോമീറ്ററാണ്. ഇവർ ബ്രദേഴ്സാണ്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോരോ കഥകൾ കേൾക്കാം. ഡാഡി ചായ എങ്ങനെയുണ്ട്? നല്ല ചായ. ഇത്രയും ചെറിയ കപ്പിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 5 രൂപ. 5 രൂപ? നല്ല ചായ അല്ലേ? നല്ല ചായ. സോ ഇതൊക്കെയാണ് ശരിക്കും ഒരു ലോക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കുറേ ഷോപ്പിംഗ്. സോ ജയ്പൂർ വൺസ് അഗൈൻ പറയാണ്, രാജസ്ഥാൻ വിൽ ബി കമ്മിങ് ടു കൊച്ചിൻ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവായിരുന്നു. അപ്പോൾ ജനത സ്വീറ്റ്സ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് സ്വീറ്റ് ഷോപ്പാണ്. ഗീവർ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഞാൻ മെസ്സേജ് ചെയ്തത് ഗീവർ കഴിക്കണമെന്ന്. അപ്പോൾ ഒരു കുറച്ച് ഗീവറും കൂടെ വാങ്ങിക്കൊണ്ട് റൂമിൽ പോയി വൈകുന്നേരം ഡിന്നർ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഗീവർ എടുക്കുന്നുണ്ട്. ഇതാണ് ഗീവർ എന്ന് പറയുന്ന സാധനം. എന്താന്ന് അറിയില്ല. ഈ क्या क्या होता है इसका में इस बनाने के लिए? मैदा और दूध और शक्कर तो बाद में होता है, बनाने टाइम मैदा और दूध वो फिर घी में डालते हैं. घी में डालते हैं. ओके. और उसके बाद ऊपर क्या है? ये सफेद वाला मलाई. मावा है, मलाई. अब मिल्क, मैदा, मलाई
നട്ട്സ് ഗീ ഭയങ്കര സംഭവം തോന്നുന്നു. പ്രിയ, നമുക്ക് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണ്ടേ പ്രിയ? അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലെത്തി. വി ആർ സോ ടയർഡ്. നാളെ ബന്ധാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ പ്ലാൻസും കൊളാവും. നാളെ വി ഗോയിങ് ടു ജയ്സൽമേർ. ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ അമേസിംഗ് സ്റ്റേ. ഞങ്ങൾ സംതിങ് വിച്ച് യു ബീൻ ലുക്കിംഗ് ഫോർവേഡ് ടുവേർഡ്സ് ദ എൻറ്റയർ ട്രിപ്പ്. കാരണം ഡെസേർട്ടിലൊരു അൾട്ടിമേറ്റ് ലക്ഷറി ഒരു ഡെസേർട്ട് ക്യാമ്പാണ്. അതിൻ്റെ കൂടെ ക്യാമൽ സഫാരിയും രാജസ്ഥാനി ഫോക്ക് ഡാൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പം ഈ ഒരു ജയ്പൂരിലെ ഒരു ചെറിയ എക്സിബിഷൻ നാട്ടിൽ നടത്തണം എന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, വ്ളോഗിങ് ഉണ്ടായിരുന്നു, ടേക്കിംഗ് കെയർ ഓഫ് വേദു. ഇറ്റ്സ് ബീൻ സോ ഹെക്ടിക് ബട്ട് വി ബീൻ എൻജോയിങ് എവറി മൂമെൻറ്റ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ സീക്രട്ട് ഓഫ് why we are able to work so much. We love what we do, so that's the main thing. അപ്പോൾ എന്തായാലും നാളെ നേരത്തെ എനിക്കൊന്ന് ബന്ധില്ലെങ്കിൽ ഒരു 5 മണി 6 മണിയാകുമ്പോൾ ജയ്സൽമേറിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 5 hours 5.5 hours ഉണ്ട്. അവിടെ ആദ്യത്തെ ദിവസം ഡെസേർട്ട് ക്യാമ്പ്, വേറെ 3 ദിവസം ഒരു കിഡിലൻ ഒരു ബൊട്ടീക്ക് ഹോട്ടൽ. സോ ഇനി അടുത്ത 4 ദിവസം ജയ്സൽമേറിൽ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. വേദു പക്ഷേ ഫുൾ എനർജി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. വേദു ബൈ പറ, നിൽക്കാടെ ഓടി, ക്യാമറ ഒത്തപ്പോഴേക്ക് ഓടി. അപ്പോൾ ഓക്കെ ബൈസ്, ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. വേദു ബൈ പറ, ബൈ പറ, ബൈ.